ഹായ് ഗായ്സ്. ഹായ്. അപ്പോൾ നമ്മൾ പുതിയൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വരുന്നത്. ഏവരും കാത്തിരുന്ന കാന്താര 2 കാന്താര പാർട്ട് 1 ചാപ്റ്റർ 1 നമ്മൾ കണ്ട കാന്താരയുടെ പ്രീക്വൽ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് അഭിപ്രായം? പടം തിയേറ്ററിൽ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷേ എനിക്ക് കാന്താര 1 വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ക്യാൻവാസ് ഭയങ്കര വലുതായി. ഞങ്ങൾ രാത്രി ഇരുന്ന് കാന്താര 1 കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സോള് ഇതിൽ ഡിഫറെന്റ് ആണ്. എനിക്കും അങ്ങനെ തോന്നി. കാര്യം ചാപ്റ്റർ 1 നമുക്ക് കുറച്ചുകൂടി സർപ്രൈസിങ് എലമെന്റ് ഒക്കെ ഉണ്ട്. ഇതിലാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് പിന്നെ അപ്പോഴപ്പോഴ ഈ അടി ആക്ഷൻസ് പുട്ടിന്റെ പേര പോലെ ഉണ്ട്. അല്ല, കാന്താര 1 നമുക്ക് ഒരു റീജിയണൽ ആണ്. ഭയങ്കര ഒരു സാധാ ഒരു നമുക്കൊരു റിയലിസ്റ്റിക്കും ആണ്, ഭയങ്കര റീജിയണലും ആണ്. അവസാനമാണ് അതൊരു ഭയങ്കര ഒരു സംഭവം ആയത്, അവസാനത്തെ ആ ക്ലൈമാക്സ് കൊണ്ട്. പക്ഷെ ഇത് നല്ല സിനിമ ആയിട്ട് തന്നെ തോന്നിയത്. പക്ഷെ ഒരു ബാഹുബലി ടൈപ്പ്, ഇത് മറ്റേ കാന്താര ഒരു വലിയൊരു വിജയമായപ്പോഴും ഇതൊരു ചാപ്റ്റർ 1 അവര് പ്ലേസ് ചെയ്തത് ഭയങ്കര ഒരു ബാഹുബലിയുടെ സ്കെയിലൊക്കെ എടുത്ത് ഏതാണ്ട് അതേപോലത്തെ ഒരു റൂട്ടിലോട്ടാണ് പോയത്. ആണ്. ഭയങ്കര ക്യാൻവാസ് ഭയങ്കര വലുതായി കളഞ്ഞവർ. തുടക്കം തൊട്ടേ ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ കാന്താരിലാണെങ്കിൽ ഗ്രാജുവലി ആണ് ബിൽഡ് ചെയ്ത് ഇതിൽ അങ്ങനെയല്ല. ഇതിൽ തുടക്കം തൊട്ടേ അങ്ങനെയാണ്. ഒരുപാട് ഫൈറ്റ്. പക്ഷെ ഒന്നും മോശമൊന്നും അല്ല. ബട്ട് സ്റ്റിൽ അത് ഭയങ്കര നമ്മൾ എക്സ്പെക്ട് ചെയ്യണേക്കാളും കൂടുതൽ സാധനങ്ങൾ ഉണ്ട് അതിൽ. നമ്മളിങ്ങനെ ഇരുത്തി കൊണ്ടുപോകും, ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകും. പക്ഷെ ഇത് ആദ്യമേ തന്നെ എനിക്ക് കുറെ റെഫറൻസ് ഒക്കെ തോന്നി, കുറെ സിനിമയുടെ എനിക്ക് തോന്നി. അവരുടെയൊക്കെ തോന്നിയായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ആദ്യത്തെ കുറച്ച് തോന്നി. പക്ഷെ ഋഷഭ് ഷെട്ടി പെർഫോമൻസ് പുള്ളി അത് അന്ന് ഒന്നും അതുപോലെ തന്നെ. അതല്ല, ചാപ്റ്റർ മറ്റേ കാന്താര കഴിഞ്ഞിട്ട് അതേപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ. ചിലപ്പോ അത് വൺ ടൈം ആയിട്ട് വന്നു പോയതൊക്കെ ആയിരിക്കാം ചിലപ്പോ. പക്ഷെ അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതുപോലെ ആ ഒരു സാധനം ഉണ്ട് അവിടെ. ഒരു ബേസ് ലൈൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് അത് അങ്ങനെ ഇതിലും ആ ഒരു സെയിം സീക്വൻസ് വരുമ്പോഴാണ് നമ്മളൊന്ന് ഇരിക്കണം. ആ ഒരു സീക്വൻസ് ഫസ്റ്റ് ഒരു ഇടയ്ക്ക് ഒരു സീക്വൻസ് ഉണ്ട്. അത് വരുമ്പോഴാണ് മ്യൂസിക് രസം തന്നെ. മ്യൂസിക്കും പടം നല്ല സംഭവം. ആസ് എ കൊമേഴ്ഷ്യൽ സിനിമ ഭയങ്കര രസമാണ്, കിടിലമാണ്, ഹിറ്റാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു, പടം ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് ചിലതൊന്നും അത്ര കണക്ട് മനസ്സിലായില്ല. ഒന്നുകൂടെ കണ്ടാൽ ചിലപ്പോ മനസ്സിലാവുമായിരിക്കും. എനിക്ക് ചില CGI പോരായ്മ ഫീൽ ചെയ്തു. ചിലയിടത്ത് CGI പോരായ്മ ഉണ്ടായിരുന്നു. എന്റെ ആവശ്യം ഉണ്ടോന്ന് തോന്നും. അങ്ങനെ എനിക്ക് തോന്നി, ചില സീൻസിൽ അങ്ങനെ തോന്നിയായിരുന്നു. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കുഴപ്പമില്ല, ആവറേജ് ആയിട്ടാണ്. ഫൈറ്റിലൊക്കെ ഒരു ഇമോഷണൽ ഒരു ഇത് കിട്ടി. എനിക്ക് കിട്ടിയില്ല ഫൈറ്റിലൊന്നും കിട്ടിയില്ല. ഒരു സാധാ ഒരു ഫൈറ്റ് കാണുന്ന പോലത്തെ ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ ഒരു പിടിച്ചിരുത്തണ ഒരു ഇമോഷണൽ ഫീൽ നമുക്ക് ഒരു അങ്ങനെ തോന്നിയില്ല. അത് തോന്നൂല. അത് കാന്താര 1 ഫസ്റ്റിൽ തോന്നും. അതില് പെട്ടെന്നുള്ളൊരിതല്ല, ഇടയ്ക്ക് വെച്ചിട്ട് ഡൗൺ ആയിട്ട് വീണ്ടും വരുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അത് നമുക്കും കൂടി തോന്നും പുള്ളി ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഇതില് ആദ്യം തൊട്ടേ ഒരു അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ശരിയല്ല, അതിലാ ഒരു ട്രാൻസ്ഫോർമേഷൻ മാറിയിട്ട് മറ്റേ ഒരു ദൈവത്തിന്റെ സംഭവം പോലെ. പിന്നെ നമ്മൾ ഒരുമാതിരി ആരാധന പോലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അങ്ങനത്തെ ഒരു സാധനം വരും. നമ്മൾ നേരത്തെ എക്സ്പെക്റ്റഡും ആണ്. പിന്നെ അത് നേരത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സംഭവം വരാനില്ല. പക്ഷെ ആസ് എ കൊമേഴ്ഷ്യൽ ഫിലിം ഇതൊരു ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രസമാണ്. പിന്നെ ജയറാമിനെ പ്ലേസ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ജയറാമിനെ പ്ലേസ് കാര്യം അന്യഭാഷയിലൊക്കെ പോയി കഴിഞ്ഞാലേ ഭയങ്കര. പക്ഷെ ജയറാമിനെ ഈ ഒരു ചുമ്മാ അന്യഭാഷയിൽ കൊണ്ടുപോയി കോമാളി കളി കളിക്കുന്ന ഇത് വെച്ച് നോക്കുമ്പോ ഇത് നന്നായിട്ട് അവര് നല്ലൊരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടർ. ഈ റീസെന്റ് പുള്ളിക്ക് കിട്ടിയാൽ വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. നല്ലപോലെ ചെയ്തിട്ടുണ്ട്, നല്ലോണം. പിന്നെ കോമഡീസ് എനിക്ക് അത്ര വർക്കൗട്ട് ആയില്ല. കാന്താര ഫസ്റ്റ് കണ്ടവർക്ക് മനസ്സിലാവും. അതിന്റെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു എന്താണ് തുടക്കത്തില് ഇങ്ങനെ ഒരു കുറച്ച് സ്റ്റാർട്ടിങ് തൊട്ടൊരു എൻഡ് എത്തുന്നത് വരെ അവരിങ്ങനെ മാക്സിമം ഇങ്ങനെ ഈ സീരിയസിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചളി അടിക്കുന്ന ഒരു പരിപാടി. പക്ഷെ അത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നല്ലേ എനിക്ക്. അതേപോലെ ഇവിടെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് അത്ര അങ്ങോട്ട് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ കുറച്ചുകൂടെ പടം വെച്ചിട്ട് എൻഗേജിങ്. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ബെറ്റർ എൻഗേജ് ആവണം. സെക്കൻഡ് ഹാഫിലാണ് സെക്കൻഡ് ഹാഫിൽ തന്നെ എൻഗേജിങ് പടം
ഹൈ ലെവൽ കയ്യിൽ നിന്ന് പോയില്ല എന്ന് തോന്നുന്നു. അതാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയുന്നത്, ഇത് അവര് പ്രോപ്പറായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്തെത്തിയപ്പോ ഞാൻ ഇത് നല്ല ലെങ്ത് ഉണ്ട് പടത്തിന്, അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ മറ്റേ ബാഹുബലി പോലെ ഒരു ക്ലിക്ക് ഹാങ്കർ നിർത്തുമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അങ്ങനെ അവർ നിർത്തിയിട്ടില്ല. എല്ലാരും കൂടെ എടുത്ത് പൊക്കാലിട്ട് ഇത് അവർ പ്രോപ്പറായിട്ട് എൻഡ് ചെയ്തിട്ട് ഇനി അടുത്ത പാർട്ടിന് വേണ്ടി കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിനുള്ള സാധനം കൊണ്ട് ഇട്ടിട്ട് അതിനുള്ള സാധനം ഇട്ടിട്ടുണ്ട്. അത് ഇത് പടം എന്തായാലും ഭയങ്കര ഹിറ്റ് ആയിരിക്കും, ഭയങ്കര ഹിറ്റ് ആയിരിക്കും. അപ്പോഴെന്തായാലും അടുത്തത് വരും. പിന്നെ ഇതില് രാജാവിന്റെ മകനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മറ്റേ നമുക്ക് ആദ്യം ജയറാമിന്റെ ഫസ്റ്റ് നമുക്കൊരു വില്ലൻ ഇത് തോന്നുന്ന ഒരാളുണ്ടല്ലോ. പുള്ളി നല്ലൊരു സോഷ്യലിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മന്ത്രിയാണോ ആരാണെന്നൊന്നും തോന്നുന്നില്ല. എടാ പോടാ വിളിക്കാൻ. അതെ അതെ, നല്ലൊരു എന്നുവെച്ചാ പടം തന്നെ പുള്ളി എടാന്ന് വിളിച്ചാലും പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. മനുഷ്യനാ, ഭയങ്കര ചില്ലായിട്ടുള്ള ഞാൻ ആദ്യമേ വിചാരിച്ചു ഇത്രയും പോസിറ്റീവ് ഉള്ള ഒരു ഇതാവും, അപ്പൊ പുള്ളിയായിരിക്കും ഇനി നായകൻ. അല്ല ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇത്രയും ചിൽ വൈബിലുള്ള ആൾക്കാർ രാജാവ് കാണും. പക്ഷെ എനിക്ക് അതിന്റെ മകളും അതുപോലെ തന്നെയാണല്ലോ. മോള് ഇച്ചിരിയെങ്കിലും കുറച്ചെങ്കിലും ഒരു രാജ്യം ഇങ്ങനെ ഒരു രാജാവിന്റെ ഒരു സംഭവം. പുള്ളി ഭയങ്കര ചില്ലായിട്ടുള്ള. ശരിയാണ്. എനിക്ക് ആദ്യം തോന്നുന്നു മറ്റേ ഋഷഭ് ഷെട്ടിയാണ് കുറച്ചുകൂടെ ഒരു കാണിക്കുന്നത് മോശമല്ലേ. പുള്ളി കുറച്ച് പാവമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതൊരു സ്പോയിലർ ഒന്നുമല്ല. അത് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് സീനിൽ തന്നെ പുള്ളിയുടെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ട്രെയിലറിലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഭയങ്കര ഷ്രൂഡ് ആയിട്ടുള്ള ഒരു വില്ലൻ ആയിരിക്കും. ലാസ്റ്റിൽ ഇത്തിരി ഭയങ്കര നെഗറ്റീവ് ആണ്. പിന്നെ ഇതില് നമ്മളെ മലൈക്കോട്ടെ വാലിബലില് അഭിനയിച്ച മറ്റേ പുള്ളി ഒരു മല്ലനായിട്ട് അഭിനയിച്ച ആട് 3 വില്ലൻ ഉണ്ട്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആട് 2 മറ്റേ പുള്ളി ബോംബൊക്കെ ബോംബുള്ള അത് പുള്ളി നല്ലൊരു രസമുണ്ടായിരുന്നു, നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും പുള്ളി എവിടുന്ന് കൊണ്ടുപോയത്. നല്ല സൈസ് അല്ല, ഈ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയ സൈസ് ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തില് എങ്ങനെയുണ്ട്? കൊള്ളാമോ? എങ്ങനെ പറയും? കൊള്ളാന്ന് പറയും. ഞാൻ കൊള്ളാന്ന് പറയും. അങ്ങനെ മോശം എന്ന് പറയണ്ട, കാണേണ്ട. ഞാനും കൊള്ളാന്ന് പറയും. എനിക്ക് ഫസ്റ്റ് കാന്താരയുടെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ലെങ്കിലും കൊള്ളാം. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്, അത് ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അല്ല അത് ഇതിന്റെ സീക്വൽ അല്ല, അപ്പൊ നമ്മള് പ്രതീക്ഷിക്കുമല്ലോ. ഫസ്റ്റ് കാണേണ്ട ആവശ്യമുണ്ടോ ഇത് കാണാൻ? വേണ്ട, അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ വേണമെന്നില്ല. അപ്പോഴേ ഇത് കൊള്ളാം. ഒരു തിയേറ്ററിൽ പോയി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. എല്ലാവർക്കും അവിടെ കൂടെ ഇരുന്ന കൈയടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും അവർക്കും വർക്കായെന്ന് തോന്നുന്നു. അത് ചില സീക്വൻസിൽ അടിപൊളിയായിട്ട് ഋഷഭ് ഷെട്ടി ചെയ്തിട്ടുണ്ട്. ചില സീക്വൻസിൽ അത് ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും, കണ്ടോണ്ടിരിക്കണം നമുക്ക് ഫീൽ ചെയ്യും. അത് ചിലപ്പോ വേറെ ആരെങ്കിലും മോശമായിട്ട് ചെയ്യണമെങ്കിൽ അത് കോമാളിത്തരാവാൻ പറ്റുന്ന ഒരു സാധനമാണത്. പുള്ളി അത് നന്നായിട്ട് ചെയ്തിട്ടുള്ള സാധനം. ഒന്ന് കുറച്ച് അപ്പായാലോ ലോ ആയാലും അത് കോമാളി ലെവലാവും, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇതില് കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ രസമുണ്ട്. അതിന്റെ CGI ഒക്കെ കൊള്ളാം. നല്ല CGI ആണ്. ഇത് നിങ്ങൾ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. മേ ബി ഇത് OTT ചിലപ്പം ഇത്രയും വർക്കാവാൻ ചാൻസ് ഇല്ല. അസേ കാന്താര ആ ഒരു ഹൈപ്പിൽ പോകുമ്പോൾ അതേപോലെ ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിരാശയായിരിക്കും. അങ്ങനെ വിചാരിക്കരുത്. പിന്നെ നിങ്ങൾ കാന്താര 1 കണ്ടിട്ടൊന്നും പോകണ്ട ഇത് കാണാൻ, അല്ലാതെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു. ആവശ്യമില്ല. അപ്പൊ എല്ലാരും പോയി ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഓവറോൾ എക്സ്പീരിയൻസ് ഇസ് ഗുഡ്. കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ഇതില് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്താണ് ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതോടെ കമന്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ വേറൊരു സിനിമയുടെ റിവ്യൂമായിട്ട് അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയോ വരുന്നതായിരിക്കും. സിനിമ ഇറങ്ങുന്ന ദിവസങ്ങളിൽ നമ്മളെയും പ്രതീക്ഷിക്കാം. പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ എൻഡ് ചെയ്യുന്നു. അടുത്ത റിവ്യൂ ആയിട്ട് കാണുമ്പോഴേക്കും